എന്ന് പറഞ്ഞ് നിർത്തി നോക്കി. എൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ പോയൊക്കെ നോക്കിയതുള്ളതാണ്. ഇനി അവിടെ സാധ്യതയുള്ള ഇരിപ്പുണ്ടാതൊക്കെ നോക്കി. ഇല്ല ഏട്ടാ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് രാജകാലത്തുള്ള പെട്ടി, ആഭരണ പെട്ടി. ഇത് കണ്ട, ഇത് കണ്ട, കണ്ട കണ്ട ഇത് കണ്ട, ആരൊക്കെയെന്നറിയാമോ? ഉണ്ട് 5000 പച്ച നോട്ട് വരെ ഇവിടെ ഉണ്ട്. പല രാജ്യങ്ങളിലും രാജഭരണത്തുള്ള കോയിൻസിലാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല ഏട്ടാ. പക്ഷെ ഇത് അറിയാവുന്നുള്ളവർക്ക് ഇതൊക്കെ കണ്ടാൽ എന്തൊക്കെയോ മനസ്സിലാവുമെന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ പറയണത്. ഗൈസ്, ആലപ്പുഴയിലുള്ള ഒരു യാത്രയിലാണ് ഞാൻ. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു പാലം കണ്ടേ. ഒരു ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് താഴെ തന്നെ ഹൗസ് ബോട്ടിങ്, കുട്ടനാട്ടിലെ ഹൗസ് ബോട്ടിംഗ് ഒക്കെ ഞാൻ കണ്ടിങ്ങനെ അതിശയത്തോടെ. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് പാസ് ചെയ്ത് രാത്രി സമയങ്ങളിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഞാൻ പകൽ സമയം ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ അല്ലേ, നല്ല രസമല്ലേ. അങ്ങനെ കണ്ടുകൊണ്ടുള്ള യാത്രയിലാണ് ഞാനൊരു കാഴ്ച കണ്ടത്. ഒരു സ്വാമി ജംഗ്ഷൻ ഞാനവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു സംഭവം കണ്ടു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാതെ നമ്മൾ പോണത് ശരിയല്ലല്ലോ. ഞാൻ അങ്ങനെ ആ ഒരു സംഭവം നിങ്ങളെ കാണിക്കാം. സ്വാമി ജംഗ്ഷൻ. ഈ സ്വാമി ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പുരാതന വസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനം ഞാൻ കണ്ടു. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പം, സ്വാഭാവികമായിട്ട് നീ കണ്ടപ്പോൾ എനിക്കെന്തോ ഈ ബീബിളും സംഭവം ലൈറ്റും ഇതൊക്കെ കണ്ടപ്പം ചെറിയൊരു കൗതുകം തോന്നിയാണ് ഞാൻ അകത്തോട്ട് കയറി നോക്കിയത്. സംഭവം പുറത്തുനിന്ന് നോക്കാൻ വലിയ സംഭവമൊന്നും ഇല്ല. ചെറിയ ഗ്രാമഫോണും പഴയ ലെറ്റർ, ഗാന്ധിജി കഴിച്ച ലെറ്റർ, അങ്ങനെ അതിൻ്റെ കോപ്പികളും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഒരുപാട് ഇരിപ്പുണ്ട്. പഴയ ആൻറ്റി കളക്ഷൻ സാധനങ്ങളൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് പുറത്തുനിന്നാണ് കണ്ടത്. ഞാനിപ്പോൾ എൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ പോകുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഞാൻ കണ്ട കാഴ്ച നിങ്ങളെ പോകുന്നത് ശരിയല്ലല്ലോ. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതൊക്കെ ഒന്ന് എനിക്ക് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. ഇത് ഒരു ആൻറ്റി കളക്ഷൻ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. പീപ്പിൾ വിളിക്കുന്നത് പേരങ്ങനല്ലേ, എനിക്കറിയത്തില്ല കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു പോടുന്നതേ ഉള്ളൂ. എന്നാലും പഴയ ഒരുപാട് സാധനങ്ങൾ മടിച്ചിട്ടില്ല, ലോക്കൽ രീതിയിലായിട്ടില്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ കൗതുകത്തോടെ നോക്കിപ്പോയതാണ്. ഈ സാധനം നോക്കിയപ്പം അകത്ത് കയറിയപ്പോൾ അകത്തോട്ട് വേറൊരു വലിയൊരു സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കി. ഇതിൻ്റെ പേരിലൊക്കെ നിങ്ങളൊക്കെ ഗസ് ചെയ്തെടുത്തോണേ. എനിക്ക് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു തരാൻ പറ്റുമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പേരിലൊക്കെ ഇട്ടോ. ബോക്സ്, പഴയ ടാപ്പ് റെക്കോർഡിംഗ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സാധനങ്ങളാണെന്തോ അല്ലേ. ഇതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഇതെന്താണെന്ന് അറിയാമോ? കുതിരയ്ക്ക് ഇടുന്ന സാധനമാണെന്ന് തോന്നല്ലേ, മറ്റേ കിലുക്ക്. ഇനി ഒരുപാട് സാധനമുണ്ട്. മനുഷ്യല്ല കിണ്ടിയിരിക്കുന്നുണ്ട, കിണ്ടി. ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് സാധനം. ഇതാണ് രാജകാലത്തുള്ള പെട്ടി, ആഭരണ പെട്ടി. കല്യാണത്തിനൊക്കെ ഇത് നിറച്ച് സ്വർണം കൊണ്ടുപോകുന്നതാണ് ഐതിഹ്യം. ഗ്രാമഫോണൊക്കെ ഇരിക്കുന്നതൊക്കെ വർക്കിംഗ് ആണോന്ന് പൊടിയണ്ട, നമുക്ക് തുടച്ച് വൃത്തിയാക്കി വെച്ചൂടെ. ഇതെന്താണെന്ന് ഇത് കണ്ട ഇത്ര വായിന്നറിയാമല്ലേ, 3 വായി. ഇതൊക്കെ എന്താണെന്നറിയാമോ? ചക്ക ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. എൻ്റെ മുന്നേ ഇത് കണ്ട, ആരൊക്കെയെന്നറിയാമോ? എനിക്കറിഞ്ഞൂടാ ഏട്ടാ. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും, നോക്കാം ആരൊക്കെയാണെന്ന്. പിന്നെ ഇത് എന്താണ്, കുറേ കോയിൻസൊക്കെ ഉണ്ട് ഏട്ടാ. നിങ്ങൾക്ക് ആവശ്യമുള്ള കോയിൻസുകളൊക്കെ ഉണ്ടാകുന്ന നോക്കിക്കോ. ഇതൊക്കെ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ആവശ്യമുള്ളവരുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ടേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കേ. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പുരാതന വസ്തുക്കളെല്ലാം ഉണ്ടെങ്കിൽ പോയി വാങ്ങി. പുട്ടുകുറ്റിയാണ് ഒപ്പത്തിരിക്കുന്നത്. ഇതുകൊണ്ട് പുട്ടുകുറ്റി ഒത്തിരിക്കണല്ലേ, പഴയ പുട്ടുകുറ്റി. ആയി ചെമ്പിൻ്റെ സാധനമാണ് കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്താ സാധനം? ദൈവവും ചാത്താനും അടുത്തടുത്തിരിക്കുന്നു. ഇതാണ് സംഭവം. ഇതൊക്കെ പഴയ പ്രമാണിയുടെ വീട്ടിൽ നിർത്തുന്ന വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്താണെന്നറിയാമോ? എന്തോ ഒരു സാധനം.
ഒരു പൊതി പൈസ എടുത്ത് പോയിട്ട് വെച്ചാലോ? വേണ്ട. പിന്നെ നോട്ടുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് നോട്ട് വേണം? 1000 വേണോ 2000 വേണോ പറ. ഇനി ഇറങ്ങാൻ പോകുന്ന നോട്ട് വരെ ഇവിടെ ഉണ്ട്. 5000 പച്ച നോട്ട് വരെ ഇവിടെ ഉണ്ട്. നോക്കിയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പല നിറത്തിലുള്ള നോട്ടുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഓരോ രാജ്യത്തിലെ നോട്ടുകളാണ്. എൻ്റെ ഉമ്മമാരിൽ പഴയ 8 പത്രമുണ്ട്. 8 ഒരെണ്ണ ഗൈസ്, ഇത് വന്നിട്ട് പല രാജ്യങ്ങളിലും രാജഭരണത്തുള്ള കോയിൻസിലാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. പക്ഷെ ഇത് അറിയാമെന്നുള്ളവർക്ക് ഇതൊക്കെ കണ്ടാൽ എന്തൊക്കെയോ മനസ്സിലാവുമെന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ പറയണത്. ഇതൊക്കെ പഠിച്ചിട്ട് വരണം, അല്ലാതെ ഇങ്ങനെ വീഡിയോ എടുക്കാനത് തിന്നാനുണ്ടല്ലോ ഒന്നും മനസ്സിലാവില്ല. അതാണ് ഗൈസ്. ഇത് ഞാൻ പിന്നെ ഇതിന് വേണ്ടിയിട്ട് വന്നതല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ചുമ്മാ വന്നപ്പം ഇതൊക്കെ കണ്ട എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇല്ല, ഇതൊക്കെ ഇതറിയാമെന്നുള്ളവർക്ക്, ഇതിൻ്റെ പിറകെ പോകുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കുറേ രാജാക്കന്മാരെ ഫോട്ടോ ഇരിക്കുന്നുണ്ടോ? അതൊക്കെ ഭരിച്ച രാജാക്കന്മാരാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ? അക്ബർ രാജാവാണോ? ഏതൊക്കെ രാജാവ് കണ്ടില്ലേ? ഇതൊക്കെ എന്ത് വ്യത്യാസമുള്ള നാണയങ്ങളാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ഇത് നമുക്ക് ഒന്നും മനസ്സിലാക്കണ്ട. ഒന്നൊക്കെ വലുതിട്ട് 8 ഗൈസ്. നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഒരു വലിയ വിവരദോഷി ആയതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും. പക്ഷെ ധാരണ ഉള്ളവരൊക്കെ കിട്ടിയ ഒരു അടിപൊളിയായിട്ടൊക്കെ വീഡിയോ ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. സൂപ്പറായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഇതാണ്ടേ ഒരുപാട് നോട്ട് അടുക്കി വെച്ചേക്കുന്നുണ്ടോ? അടുക്കിയിട്ടില്ലെങ്കിലും പൊട്ടിച്ചേക്കിന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രാജഭരണത്തുള്ളതാണ്. ഇപ്പോഴത്തേതാണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞിട്ട്. ഡാറ്റയെങ്കിലും നോക്കി, ഡാറ്റ ഒന്ന് നോക്കി. എനിക്ക് സമയമില്ല, എനിക്ക് പെട്ടെന്ന് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓട്ടിച്ച് നിൽക്കുന്നത്. എൻ്റെ അകത്ത് ഇരുന്ന് വയ്യ. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് ഇറങ്ങി നോക്കിയെന്നേ ഉള്ളൂ. എന്തൊക്കെയോ ഇരിക്കുന്നത്. ഇത്ര വിളക്ക് നോക്കിയാണ്, വിളക്കാണ് കേട്ടോ. അതുകൊണ്ട് എന്തൊക്കെയോ ഇരിക്കും. ഇത് പേരൊന്നും എടുത്ത് പറഞ്ഞു തരാൻ എനിക്ക് ചോദിച്ചിട്ട് പറയാവുന്നതേ ഉള്ളൂ. ഇതാണ് മനുഷ്യത്തെ ഒറിജിനൽ ബോക്സ്. ഇതാണ്. എനിക്കിത് കാണുമ്പോൾ അതാണ് ഓർമ്മ വന്നത്. പിന്നെ വേറെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ലേറ്റസ്റ്റ് ഒരു 10-30-50 വർഷം മുമ്പുള്ള സാധനങ്ങളും ഉണ്ട്. ഇതെന്തിനാണെന്ന് അറിയാം, ഒരു ഉഴലിരിക്കുന്ന സാധനം. ഇതൊരു കുത്താൻ കൊള്ളാം. ഇതൊന്നും വലിയ കാലപ്പഴക്കമൊന്നുമില്ല. ഇതിന് ഒരുപാട് കാലപ്പഴക്കമുണ്ട് കേട്ടോ. ഈ നോട്ടുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാമേ. എത്ര നോട്ടാണെങ്കിൽ തരും. സ്റ്റാമ്പ് കളക്ഷൻസ് ഐസ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ സ്റ്റാമ്പുകളൊക്കെ കളക്ട് ചെയ്യാൻ പോയത്. സ്റ്റാമ്പൊക്കെ എടുത്ത് കളക്ട് ചെയ്യുന്നത്. കോയിൻസ് കളക്ഷൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പം എല്ലാം പോയില്ലേ. സ്റ്റാമ്പുകളല്ലേ? അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സ്റ്റാമ്പ് എടുത്തിൻ്റെ കയ്യിൽ തരണം. നോക്കിയാണ് എന്തൊരു വേണം, ഏത് വേണം എടുത്തു വന്നു. എനിക്കൊന്നും വേണ്ട. ആവശ്യമുള്ളൊരു കോൺടാക്ട് ചെയ്ത മാതിരി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും ലൊക്കേഷനൊക്കെ ഇട്ടിരിക്കാം. ഇത് ഈ സ്റ്റാമ്പ് കേട്ടിട്ടുണ്ടോ? ഇപ്പം സ്റ്റാമ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടായി ഇപ്പോഴും സ്റ്റാമ്പൊക്കെ. എന്തൊരു പാടമെന്തോ. ഗാന്ധിജിക്ക് അയച്ച സ്റ്റാമ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇവിടെ എന്ത് പാടമെന്തോ. ഡയറി, ഒരുപാട് ഡയറി കളക്ഷൻസ് ഇതൊക്കെയോ ഉണ്ട് ഇവിടെ. ഗൈസ്, എനിക്കിതിനെക്കുറിച്ച് ആധികമായി പറഞ്ഞു തരാമെന്ന് അറിയത്തില്ല. എന്തായാലും സംഭവം കാണാൻ നല്ല രസമുണ്ട്. ഇത് വീണ്ടും കൊണ്ടുപോയിക്കണം. ഞാൻ ഓടട്ട് വെച്ച് കണ്ണ് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും.
ഇതെന്താണ് സാധനം അറിയുമോ? കുതിരയുടെ കാലിൽ വയ്ക്കുന്ന നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. പഴയ ആദ്യകാലത്ത് ഏതോ കുതിരയുടെ പുറത്തിരുന്നതാണ്, കാലിലിരുന്നാണ്. പിന്നെ ടി വി, ഇത് പുതിയ സാധനം, ക്യാമറയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെ എന്താണെന്ന്, ഇത് മണിക്ക് മറ്റേ കിളിക്കൂടിൻ്റെ അകത്ത് മണി ഇരിക്കുന്നു. ഇത് ഇരിക്കുന്ന എവിടെയെന്ന് അറിയാമോ? സ്വാമി ജംഗ്ഷൻ കൈതാമന ഒന്ന് ബോർഡൊക്കെ വെച്ചേക്കും. എൻ്റെ നേതൃത്വത്തിലാണ് എൻ്റെ കളക്ഷൻസ് ഉള്ള ഈ ഒരു സ്ഥാപനം ഇരിക്കുന്നത്. പുരാതന വസ്തുക്കൾ. പക്ഷെ പുറമേ നമ്മൾ ഒന്നും തോന്നത്തില്ല കേട്ടോ. ജസ്റ്റ് അവിടെ കയറി നോക്കിയാൽ അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റൂടെ. അപ്പോൾ നല്ലൊരു ജംഗ്ഷനായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത്. തൊട്ടടുത്ത് ചായക്കടയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൂടെയാണ് ഞാൻ നിർത്തിയത്. സ്വാമി ജംഗ്ഷനാണ് എൻ്റെ ഫസ്റ്റ് കൗതുകം. നോക്കി എന്തിടെ ആ ജംഗ്ഷൻ എന്ന് പറഞ്ഞ് നിർത്തി നോക്കി. എൻ്റെ ബാക്കിലോട്ട് ഞാൻ പോയൊക്കെ നോക്കിയതുള്ളതാണ്. എനിക്ക് അവിടെ സാധ്യതയുള്ള ഇരിപ്പുണ്ടാതൊക്കെ നോക്കി. ഇല്ല ചേട്ടാ, ഞാൻ മാത്രമേ ഉള്ളൂ.